ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സീരിയൽ വളരെ മോശമാണ്, നിർത്തിയിട്ട് പോയിക്കോളാൻ വേണ്ടി പറയാൻ. ഞാനെന്ത് ചെയ്യാൻ, ഇത് ഇവരെ എഴുതുന്ന കഥയല്ലേ, ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം വളരെ ബോറായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കും നന്നായിട്ടറിയാം. എന്തൊക്കെയോ കഥ കൊണ്ടുപോവാണ്, അവസാനിപ്പിക്കാതെ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന പോലെയൊക്കെയാണ്. പിന്നെ 2 ദിവസമായിട്ട് പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കപ്പെട്ടു പോയതുകൊണ്ടായിരുന്നു. ഞാനിങ്ങനെ വീട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതും ട്രാവലും അതുപോലെ കുട്ടീൻ്റെ ഒക്കെ കൂടി ഒന്ന് സെറ്റാവാൻ എടുത്ത ടൈമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ബോറായി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഒരു ചടപ്പ് പറയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ മോശമായിട്ടുള്ളൊരു അഭിപ്രായം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് പിന്നീട് പറയാനൊരു വലിയ താല്പര്യം കിട്ടില്ലല്ലോ. എനിവേ, എന്തായാലും ബാക്കി പറയാം കേട്ടോ, കാരണം കുറച്ച് എപ്പിസോഡും കൂടിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ സീരിയൽ തീരും, പക്ഷേ എന്തിനാ ഇവരിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയതെന്നൊരു സംശയമുണ്ട്. പക്ഷേ തീരുന്നതിൻ്റെ ഒരു സങ്കടം അതുമുണ്ട്. കാരണം എന്തായാലും എനിക്കൊരു ബെനിഫിറ്റ് കിട്ടിയ സീരിയലാണ് കേട്ടോ. അപ്പോൾ സീരിയൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് ചന്ദ്രിക സിദ്ധുവിന് വേണ്ടിയിട്ട് ആ ഒരു പുഴയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നീന്തൽ അറിയില്ല. സിദ്ധാർത്ഥ 100 എണ്ണിയിട്ടും പുറത്തേക്ക് വരാതിരുന്ന സമയത്ത് അവൾ പിന്നാലെ പോയതാണ് അവനെ തെരഞ്ഞുകൊണ്ട്. പക്ഷേ ചന്ദ്രികയ്ക്ക് നീന്തൽ അറിയാത്ത കാരണം ചന്ദ്രിക അതിലേക്ക് മുങ്ങി പോവുകയും ചെയ്ത് സിദ്ധാർത്ഥ അവളെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. മഹേഷ് ആണെങ്കിൽ സിദ്ധാർത്ഥ മരിച്ചു എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണല്ലോ സിദ്ധാർത്ഥ വരുന്നത്. അതിൻ്റെ ദേഷ്യത്തിലൊക്കെ നിൽക്കുകയാണ്. അതുമാത്രമല്ല, ചന്ദ്രികയ്ക്കാണ് ബോധമില്ലാത്തത്. ഇനിയൊരു പക്ഷേ അവൾ മരിച്ചിട്ടുണ്ടാവും എന്നുള്ള ഭയം അതുമുണ്ട്. അതൊക്കെ അവനവിടെ മറിഞ്ഞു എന്ന് കാണുകയാണ്. സിദ്ധുവും മലരും ആണെങ്കിൽ ചന്ദ്രികയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ബോധമില്ലല്ലോ അവൾക്ക്. പക്ഷേ ഒരുപാട് സമയം വിളിച്ചിട്ട് ചന്ദ്രിക എഴുന്നേൽക്കുന്നില്ല. സിദ്ധാർത്ഥന് വല്ലാതെ പേടിയും സങ്കടവും ആവാണ്. ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയാണ് അവനവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നത്. പക്ഷേ ചന്ദ്രിക ഇങ്ങനെ പിന്നാലെ ചെല്ലുന്നൊന്നും അവൻ വിചാരിച്ചതുമില്ല. അതുമാത്രമല്ല, ചന്ദ്രയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അവൻ കരുതിയതുമില്ല. അവനിങ്ങനെ ടെൻഷനോട് ചിന്തിക്കുകയാണ്, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു. പക്ഷേ ചന്ദ്രികയുടെ ജീവന് തന്നെ ആപത്തായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ അവനിങ്ങനെ സങ്കടത്തോടെ ചിന്തിക്കുകയാണ്. പിന്നീട് അവളുടെ വയറിനൊക്കെ പിടിച്ച് വെള്ളമൊക്കെ പുറത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ബോധം വരുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അവന് സമാധാനമായത്. അപ്പോഴും ചന്ദ്രിക സ്റ്റേബിൾ ആയിരുന്നില്ല, അവൾക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ മഹേഷിനും ചന്ദ്രയ്ക്ക് ബോധം വന്നപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നിനക്ക് ഒന്നുമില്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാൻ പറ്റിയൊരു അവസ്ഥയിലല്ല അവൾ ഉണ്ടായിരുന്നത്. അവളിങ്ങനെ ചുമച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കണ്ട് മലരും വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ കണ്ണ് തുറക്കാം, അമ്മ എന്തെങ്കിലും സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. സിദ്ധു അവളോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചന്ദ്രിക ഒരുപാട് സമയം ഇങ്ങനെ അവർ തന്നെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ്. പിന്നീട് അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ചുമ്മാ ഞാനൊരു തമാശയ്ക്ക് ചെയ്തതായിരുന്നു, നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് പേടിപ്പിക്കാമെന്ന് കരുതിയിട്ട്. അത് കേട്ടതും ചന്ദ്രയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുമ്പോഴും അവന് സിദ്ധു അവളുടെ ദേഹത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൈ തട്ടി മാറ്റിയിട്ടാണ് അവൾ എഴുന്നേൽക്കുന്നത്. ഒന്ന് പോ സർ. എന്നിട്ട് അവൻ പേടിയോടെ വിളിക്കുന്നുണ്ട്, ചന്ദ്രിക സോറി ചന്ദ്രിക. എന്താ സർ, ഇങ്ങനെയാണോ സാർ തമാശ കളിക്കുക? സാറിൻ്റെ ആ ഒരു തമാശ കാരണം സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ ജീവൻ പോയതുപോലെയാണ് തോന്നിയത്. ഇല്ല ചന്ദ്രിക, ഞാൻ ചുമ്മാ നിങ്ങളെ രണ്ടുപേരും ഒന്ന് പേടിപ്പിക്കാമെന്ന് മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. മതി, സാറ് സംസാരിച്ചത് മതി. ചന്ദ്രിക അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സാറ് സംസാരിക്കുന്നതിൽ കാര്യമില്ല. കാരണം എവിടെ എങ്ങനെയാണ് തമാശ കാണിക്കേണ്ടതെന്ന് സാറിന് തീരെ അറിയില്ലേ. എത്രത്തോളം അവൾ ഭയന്നു പോയെന്ന് സാറിന് അറിയാമോ? മലരനെ കാണിച്ചുകൊണ്ടാണ് ചന്ദ്രിക പറയുന്നത്. എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ മലരനെ വിളിച്ചുകൊണ്ട് പോവാണ്. സിദ്ധാർത്ഥിന് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ചന്ദ്രിക അത്രത്തോളം ദേഷ്യപ്പെടുന്നോ അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോ അവൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവൻ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ചന്ദ്രികയ്ക്കാണ് നല്ല ദേഷ്യം വന്നിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹേഷിനാണെങ്കിൽ അതിനേക്കാളും ദേഷ്യം വരികയാണ്. ഇവർ രണ്ടുപേരും ചത്തിട്ടില്ലേ? ഇവരുടെ രണ്ടുപേരുടെയും കഥ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. മലറിനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രിക അവിടെ ഒരു സൈഡിലായിട്ട് ഇരിക്കുകയാണ്. ഇവളെന്തിനാ ഇവിടെ വീണ്ടും ഇരിക്കുന്നതെന്നൊക്കെയുള്ള അർത്ഥത്തിൽ മഹേഷ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അവിടെ വന്നിട്ട് രണ്ടുപേരോടായിട്ട് വീണ്ടും സോറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സോറി ചന്ദ്രിക, സോറി മലർ, ചുമ്മാ ഞാൻ നിന്നെ ഭയപ്പെടുത്തണമെന്ന് മാത്രമേ മോള് കരുതിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മലറിനെ അവൻ കോംപ്രമൈസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രികയുടെ മോളായതുകൊണ്ട് തന്നെ മലരും ആ ഒരു ദേഷ്യം പിടിച്ച മുഖവുമായിട്ടാണ് ഇരിക്കുന്നത്. ചന്ദ്രികയാണെങ്കിൽ സാരിയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ പിഴിഞ്ഞു കളയുകയാണ്. സിദ്ധാർത്ഥനോടൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മഹേഷാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും എതിരെ ഉന്നം പിടിച്ചുകൊണ്ട് അവൻ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥനും എൻ്റെ കൈകൊണ്ട് തന്നെയാണ് മരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോറിഡ മലർ, അറിയാതെ അച്ഛൻ ചെയ്തു പോയതാണ്, ഞാനൊരു തമാശ എന്ന് വിചാരിച്ചുള്ളൂ. മതി അച്ഛാ, എന്നോട് സംസാരിക്കേണ്ട. ഞാൻ എത്രത്തോളം പേടിച്ചു പോയെന്ന് അച്ഛൻ അറിയാമോ? സോറി മലർ, ഞാൻ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ. നീ ഭയപ്പെടുന്നു, ഇങ്ങനെയും ഭയപ്പെടുന്നു ഞാൻ കരുതിയതില്ലടാ. വേണ്ട, അച്ഛൻ എന്നോട് മിണ്ടണ്ട, പൊയ്ക്കോ. മലരും മുഖം തട്ടിക്കളയാണ്. ചന്ദ്രികയാണെങ്കിൽ സിദ്ധുവിനെ നോക്കുന്നു കൂടിയില്ല, ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മഹേഷാണെങ്കിൽ സിദ്ധാർത്ഥിനെതിരെ ഉന്നം പിടിച്ചുകൊണ്ട് നിന്നതായിരുന്നു. ആ ഒരു ഷോട്ടായതുകൊണ്ട് തന്നെ അവൻ കാഞ്ചി വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു റിവോൾവറിൽ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. അത് പൊട്ടുന്നില്ല. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ മഹേഷ് ഒന്ന് ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ വീണ്ടും അതൊന്നുകൂടെ ലോഡ് ചെയ്യാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് അവൻ വീണ്ടും കൃത്യസ്ഥാനായതുകൊണ്ട് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം മഹേഷ് ശരിക്കും തോറ്റുപോയ അവസ്ഥയിലായിപ്പോയി. കാരണം ഇത്രയും നേരം അവൻ കാത്തു നിന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്, സിദ്ധാർത്ഥിന് ഇങ്ങനെ തൻ്റെ കൃത്യമായിട്ട് തനിക്ക് ഉന്നം കിട്ടാൻ വേണ്ടിയിട്ട്. അത് കിട്ടിയപ്പോഴാണെങ്കിൽ തോക്കിലാണെങ്കിൽ ഉണ്ടേയുമില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ സിദ്ധാർത്ഥാണെങ്കിൽ ചന്ദ്രികയോട് പറയണ്ടേ, ചന്ദ്രിക സോറി ചന്ദ്രിക, ഞാൻ മനഃപൂർവ്വമല്ല, ചുമ്മാ ഒരു തമാശ എന്നേ ഞാൻ കരുതിയിട്ടുണ്ടായുള്ളൂ. പക്ഷേ ചന്ദ്രികയാണെങ്കിൽ വിട്ടുകൊടുക്കാനേ തയ്യാറല്ല. ചന്ദ്രിക, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, ഇനി ദയവ് ചെയ്ത് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തമാശ കാണിക്കുകയില്ല. സാർ ഇനി എന്നോട് സംസാരിക്കേണ്ട. അതെന്താ, ഞാൻ സാറിൻ്റെ മേൽ അത്ര അധികം ദേഷ്യത്തിലാണ് ഉള്ളത്. രണ്ടുപേരും സിദ്ധാർത്ഥിന് മുഖം കൊടുക്കാതെ മുഖവും തിരിച്ച് ദേഷ്യത്തിലിരിക്കുകയാണ്. ചന്ദ്രിക സോറി ചന്ദ്രിക, അതിനിങ്ങനെ ദേഷ്യപ്പെടല്ലേ ചന്ദ്രിക, പ്ലീസ്, ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ. മഹേഷാണെങ്കിൽ തോറ്റ് പിന്മാറാൻ ഒരുക്കല്ലായിരുന്നു. കാരണം അവൻ വീണ്ടും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. ആ സമയത്താണെങ്കിൽ ചന്ദ്രിക എഴുന്നേറ്റിട്ട് പോകുന്നുണ്ട്. സാറിന് എന്നോട് സംസാരിക്കാൻ വരണ്ട, ഞാൻ വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നാലെ മലരും പോവാണ്. ചന്ദ്രിക ഞാൻ വേണമെങ്കിൽ ഏത്തയിടാം ചന്ദ്രിക, മലർക്കുട്ടി നീയും പോവാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിദ്ധു അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. അവർ തൻ്റെ കൺമുന്നിൽ നിന്നും ആ ഒരു ഉന്നത്തിൽ നിന്നും പോയപ്പോൾ മഹേഷിന് സങ്കടവും ദേഷ്യവും വരികയാണ്. മഹേഷിന് എത്ര ശ്രമിച്ചിട്ടും സിദ്ധാർത്ഥിന് ആ ഒരു അവൻ്റെ ഉന്നതിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥാണെങ്കിൽ ഓടിപ്പോയി രണ്ടുപേരോടും വീണ്ടും മാപ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്രിക നിൽക്ക്, ഞാനെന്താ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്നോട് മിണ്ടാതെ പോവല്ലേ. അവർക്ക് പിന്നാലെ തന്നെ തോക്കും എടുത്തിട്ട് മഹേഷും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ തോക്ക് അവൻ വിചാരിച്ച പോലെ പ്രവർത്തിക്കുന്നില്ല. തൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് സിദ്ധാർത്ഥും ചന്ദ്രികയും കൂടെ സംസാരിക്കുന്നത് നോക്കി നിൽക്കാനേ മഹേഷിന് സാധിക്കുന്നുള്ളൂ. ചന്ദ്രികയോടാണെങ്കിൽ സിദ്ധാർത്ഥ് ഇങ്ങനെ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെ ഏത്തിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ചേർന്നിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹേഷ് ഒന്നും ചെയ്യാനാവാതെ നിരാശനായിട്ട് അവിടെ നിന്ന് മടങ്ങുകയാണ്. അതേസമയം തൻ്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട് ആ ഒരു ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ് മേഘ, അവളുടെ മുത്തശ്ശിയുടെ നാട്ടിലേക്ക്. ആ സമയത്ത് അവൾ വല്ലാതെ ടയേർഡായിട്ടുണ്ടായിരുന്നു. കയ്യിലൊരു ബാഗൊക്കെ എടുത്ത് നടന്നുകൊണ്ടാണ് മേഘ വരുന്നത്. അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ലണ്ടനിലൊക്കെ പോയി നന്നായി പഠിച്ച് വലിയൊരു നിലയിലെത്തിയവളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ പോലീസുകാരെ പേടിച്ചിട്ട് ഇതുപോലൊരു കുഗ്രാമത്തിൽ വന്ന് ജീവിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരിയായ ചന്ദ്രികയെ എൻ്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊല്ലണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനത്തോടെ ഇനി ജീവിക്കാനാവൂ. അവളുടെ ഓരോരോ ഗതികെട്ട അവസ്ഥയിലും അവൾക്ക് ചന്ദ്രികയോടുള്ള വെറുപ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രികയെക്കുറിച്ച് ഓരോന്നിങ്ങനെ ചിന്തിച്ച് ദേഷ്യത്തോടു കൂടി വയ്യാതെ നടന്നു വരികയാണ് മേഘ. അപ്പോഴാണ് ഓപ്പോസിറ്റായിട്ട് രണ്ട് പോലീസുകാർ ബൈക്കിൽ വരുന്നത് മേഘ കാണുന്നത്. അവൾ പേടിയോടെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ പോലീസല്ലേ ആ വരുന്നത്, ഇവർക്ക് രണ്ടുപേർക്കും എന്നെ മനസ്സിലാവുമോ. മേഘ വേഗം തന്നെ സാരി തലപ്പെടുത്തിട്ട് തല മറച്ചു പിടിക്കുകയാണ്. അവരാണെങ്കിൽ മേഘയെ തന്നെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ മേഘ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരും എന്നെ തന്നെ നോക്കിക്കൊണ്ട് വരുന്നത്, ഇനിയൊരു പക്ഷേ ഇവർക്ക് എന്നെ മനസ്സിലായി കാണുമോ. ദൈവമേ, ഇവർ കണ്ടുപിടിച്ചാൽ ഞാൻ എന്താ ചെയ്യുക. അവരാണെങ്കിൽ മേഘയെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മേഘയെ തന്നെ നോക്കിക്കൊണ്ടാണ് അവർ തിരിഞ്ഞിട്ട് പോകുന്നത്. എന്നിട്ട് വീണ്ടും വണ്ടി നിർത്തിയിട്ട് മേഘ ആണെങ്കിൽ അവരെ കാണാതിരിക്കാണ്ട് വളരെ വേഗത്തിൽ സ്പീഡിൽ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവമേ, ഇവരിപ്പോൾ എന്നെ കണ്ടുപിടിച്ച് എന്താ ചെയ്യാന്നൊക്കെ അവളിങ്ങനെ പേടിയോടെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിലൊരു പോലീസുകാരൻ വിളിക്കുന്നുണ്ട്, ഒന്ന് നിൽക്ക്. പക്ഷേ മേഘ കേൾക്കാത്തതുപോലെ പോവാണ്. അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട്, ഏയ് ഒന്ന് നിൽക്ക്. പക്ഷെ അപ്പോഴും മേഘ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവൾ അറിയാത്ത പോലെ സ്പീഡിൽ നടക്കുകയാണ്. അവരാണെങ്കിൽ വണ്ടി വീണ്ടും തിരിച്ചുകൊണ്ട് മേഘയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ഒന്ന് നിൽക്ക്. അപ്പോൾ മേഘ ഇങ്ങനെ നിന്നിട്ട് പേടിയോടെ അവരെ നോക്കുകയാണ്. നിങ്ങൾക്ക് കാത് കേൾക്കുന്നില്ലേ? എത്ര തവണയായി നിങ്ങളോട് നിൽക്കാൻ വേണ്ടി പറയുന്നത്? നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ നടന്നു പോവുകയാണോ? മേഘ അതിന് മറുപടി ഒന്നും പറയാതെ പേടിച്ച മുഖമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങളിങ്ങനെ പേടിച്ചിട്ട് പോകുന്നത്? അത് കേട്ടതും മേഘ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ കോൺസ്റ്റബിളിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങ് താന്ന് പറയും. അപ്പോൾ അയാൾ ഫോൺ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിയിട്ട് പറയുന്നുണ്ട്, ഇതാ നിങ്ങളുടെ ഫോൺ താഴെ വീണിട്ടുണ്ടായിരുന്നു, ഇത് തരാൻ വേണ്ടിയാണ് വിളിച്ചത്. അത് കേട്ടതും മേഘ വേഗം സാരി തലപ്പ് താഴത്തേക്ക് ഇടുവാണ്. അപ്പോഴാണ് അവൾക്ക് ചെറുതായിട്ടൊരു ആശ്വാസമായത്. സോറി സർ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ വാങ്ങിക്കുമ്പോഴും അവർ മേഘയെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ മേഘ വീണ്ടും തൻ്റെ സാരി തലപ്പെടുത്ത് തല മറക്കുകയാണ്. എന്നിട്ട് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. മേഘയുടെ മുഖത്തൊരു കള്ളക്കളിയും അവളുടെ ആ ഒരു പരിങ്ങലൊക്കെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത സംശയം തോന്നുവാണ്. മേഘയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും വീണ്ടും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും പിന്നെന്ന് വിളിക്കുകയാണ്, ഒന്ന് നിൽക്ക്. മേഘയാണെങ്കിൽ കേൾക്കാത്തതുപോലെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരടുത്തേക്ക് എത്തുന്തോറും മേഘ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോട് നിൽക്കാനല്ലേ പറഞ്ഞത്, വീണ്ടും എന്താ കേൾക്കാത്ത പോലെ പോകുന്നത്? എന്നിട്ട് മേഘയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ കോൺസ്റ്റബിളിനോട് പറയണം, ആ ഫോട്ടോ ഇങ്ങ് നോക്കട്ടെ എന്ന്. ഫോട്ടോ നോക്കിയിട്ട് മേഘയെ നോക്കുന്നുണ്ട്. മേഘ ഇങ്ങനെ പരിങ്ങലോടെ നിൽക്കുകയാണ്. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട്, മാഡം നിങ്ങളാണോ മേഘ? അത് കേട്ടതും മേഘ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ പ്രതീക്ഷിച്ച ആ ഒരു ചോദ്യം തന്നെയാണത്. എന്നിട്ടും അവൾ പോലീസുകാരോട് പറയുന്നുണ്ട്, ഇല്ല സർ, ഞാൻ മേഘയല്ല. നിങ്ങൾ മേഘയല്ല എന്നാണോ? പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയും നിങ്ങളും തമ്മിൽ ഒരുപോലെ തന്നെ ഉണ്ടല്ലോ.
അത് കേട്ടതും മേഘ ശരിക്കും പേടിച്ചു. ശരി, എങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് തരൂ. അപ്പോൾ മേഘ പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. എനിക്ക് ആധാർ കാർഡൊന്നുമില്ല. എന്ത്, ആധാർ കാർഡ് ഇല്ല എന്നോ? ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വോട്ടർ ID കാർഡ് തരൂ. എൻ്റെ കയ്യിൽ വോട്ടർ ID-യും ഇല്ല, ഞാൻ മേഘയും അല്ല, എനിക്ക് പോകണം സർ, എന്നെ വിട്ടേക്ക് എന്നും പറഞ്ഞിട്ട് മേഘ അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പോവാണ്. മേഘ ഓടിപ്പോകുമ്പോൾ അവർ പറയുന്നു, നിൽക്ക് പോവല്ല, ഏയ് ഒരു സംശയവും വേണ്ട, ഇത് മേഘ തന്നെയാ, വാ വണ്ടി കയറ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനെയും കൂട്ടിക്കൊണ്ട് അയാൾ വേഗം കയറുകയാണ്. മേഘയാണെങ്കിൽ അവരുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അവളെ ഫോളോ ചെയ്തുകൊണ്ട് വണ്ടിയിലുണ്ടായിരുന്നു. ഒരുപാട് ദൂരം മേഘ ഓടിയിട്ടുണ്ടായിരുന്നു. അവരും പിന്നാലെ തന്നെ ഉണ്ട്. നിൽക്കുന്നൊക്കെ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും മേഘ വേഗത്തിൽ തന്നെ ഓടുകയാണ്. അങ്ങനെ കുറേ ദൂരം ഓടിയപ്പോൾ മേഘ പിന്നെ ഒരു കുറ്റിക്കാടിൻ്റെ ഒക്കെ മാറിയിട്ട് ഒരു കാട്ടിനുള്ളിലേക്ക് ഒളിച്ച് നിൽക്കുകയാണ്. പോലീസുകാരാണെങ്കിൽ അവിടം വരെ എത്തിയിട്ട് മേഘയെ കാണാനായിട്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മേഘ വേഗം വീണ്ടും സാരി തലപ്പുകൊണ്ട് മുഖമൊക്കെ മറച്ചു പിടിക്കുകയാണ് അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വരെ വന്നതാണല്ലോ, പിന്നെ എവിടെ പോയി? എനിക്ക് തോന്നുന്നത് ആ സൈഡിലേക്കാണ് പോയത് എന്ന് പറഞ്ഞിട്ട് മേഘ പോവാത്തൊരു സൈഡിലേക്ക് അവർ പോവുകയാണ്. മേഘ അങ്ങോട്ടേക്ക് അവർ പോയപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. പോലീസുകാർ പോയപ്പോൾ അവൾക്ക് സമാധാനമായെങ്കിലും അവൾക്ക് വല്ലാത്ത നിരാശ തോന്നുകയാണ്. ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ പോലീസുകാർക്ക് എന്നെ മനസ്സിലാവില്ല എന്നാണ് കരുതിയത്. എന്നാൽ ഈ ഗ്രാമത്തിൽ വന്നിട്ട് പോലും പോലീസുകാർ എന്നെ കണ്ടുപിടിക്കുകയാണല്ലോ. ആ ചന്ദ്രിക കാരണം ഈ കുഗ്രാമത്തിൽ പോലും എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മേഘയ്ക്ക് ചന്ദ്രികയെ കൊല്ലാനുള്ള ദേഷ്യം വരികയാണ്. എന്നിട്ട് പോലീസുകാർ പോയെന്ന് മനസ്സിലാക്കിയത് മേഘ വേഗം അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വേറൊരു ദിശയിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ്. ആ സമയത്ത് മഹേഷ് ആണെങ്കിൽ റോഡിൽ അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ വേഗം തന്നെ ആ ഗുണ്ടയെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അവർ രണ്ടുപേരെയും കൊന്നോന്ന് ചോദിക്കുന്ന സമയത്ത് ആ തോക്ക് കൊണ്ട് ആരെയും കൊല്ലാൻ പറ്റുന്നില്ല. എന്ത്, അത് ഉണ്ടയുള്ള തോക്ക് തന്നെ ആയിരുന്നല്ലോ, ഞാൻ പറഞ്ഞതുപോലെയല്ലേ നിങ്ങൾ വലിച്ചത്? അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തത്, പക്ഷേ അവർ മരിച്ചിട്ടില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സ്പ്രിങ് എവിടെയെങ്കിലും ലോക്കായി കാണും, നീ ഇപ്പോൾ എവിടെയുള്ളത് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. മഹേഷ് അപ്പോൾ നിൽക്കുന്ന സ്ഥലം അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം. ശരി ഏട്ടാ, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മഹേഷ് അയാൾക്ക് കാത്തു നിൽക്കുകയാണ്. മേഘ ആ സമയത്താണെങ്കിൽ ഗ്രാമത്തിൽ മുത്തശ്ശിയുടെ ആ ഒരു നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കോളനി പോലെ ചെറിയ ചെറിയ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ്. അതുവഴി ഉള്ളിൽ കൂടെ പോയി അവസാനം മേഘ 106 എന്ന് എഴുതിയിട്ടുള്ളൊരു ചെറിയ കെട്ടിടത്തിന് മുന്നിലായിട്ട് നിൽക്കുകയാണ്. ഓലയൊക്കെ മേഞ്ഞിട്ടുണ്ടായിരുന്നൊരു ചെറിയ കെട്ടിടമാണ്. ഓ, സമാധാനമായി, മുത്തശ്ശിയുടെ വീട്ടിൻ്റെ മുന്നിൽ എത്തിയല്ലോ എന്നിങ്ങനെ മേഘ സമാധാനത്തോടെ ചിന്തിച്ചിട്ട് നോക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് പൂട്ടി ലോക്കിട്ടിരിക്കുകയാണ്. അയ്യോ, ഇത് ലോക്കാണല്ലോ, ഇതെങ്ങനെ ഇപ്പോൾ തുറക്കുക? ചാവി മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെയാണല്ലോ വന്നിട്ടുണ്ടായത്. സാരമില്ല, പോട്ടെ, എൻ്റെ മുത്തശ്ശിയുടെ വീടാണ് തന്നെയാണല്ലോ, പൊട്ടിക്കുന്നതായിരിക്കും നല്ലത്. അവളൊരു കല്ലെടുത്ത് കൊണ്ടുവന്നിട്ട് ആ ലോക്ക് പൊട്ടിക്കുകയാണ്. അതിനുശേഷം അകത്ത് കയറിയപ്പോൾ ഫുൾ മാറാലയൊക്കെ പിടിച്ച്, ഒരു ചെറിയൊരു ഓലക്കുടിലാണല്ലോ, അതുകൊണ്ട് തന്നെ മാറാലയൊക്കെ പിടിച്ച് മുഴുവനായിട്ട് ഒരു കരിപുരണ്ട പോലത്തെ ഒരു ചെറിയ വീട്. അതുമാത്രമല്ല, ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കാത്തത് കാരണം അവിടെ നിറയെ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ മേഘ അകത്ത് കയറിയപ്പോൾ തന്നെ അവൾ ഒരുപാട് തുമ്മി. അതിനുശേഷം അവൾ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? സാരമില്ല, തൽക്കാലം ഞാൻ തന്നെ വൃത്തിയാക്കണം, മറ്റാരും ഇല്ലല്ലോ. സാരിയൊക്കെ എളിയിൽ കുത്തിയിട്ട് മേഘ തന്നെ ചൂലെടുത്തിട്ട് അവിടെ മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ചന്ദ്രികയും മലരും ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും പിൻസീറ്റിലാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, അവർ രണ്ടുപേരും സിദ്ധാർത്ഥിനോട് നല്ല ദേഷ്യത്തിലായതുകൊണ്ട് എത്ര തന്നെ സിദ്ധാർത്ഥ് അവരോട് മിണ്ടാൻ ശ്രമിച്ചിട്ടും അവർ രണ്ടുപേരും സിദ്ധാർത്ഥിന് മുഖം കൊടുക്കുകയോ അവനോട് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. സിദ്ധു മിററിൽ കൂടി ചന്ദ്രികയെ നോക്കുവാണ്. അവൾ ദേഷ്യം പിടിച്ച മുഖമായിട്ട് വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, ഞാൻ അതിന് എത്ര തവണ നിന്നോട് സോറി ചോദിച്ചു, നീ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നതിൽ എന്താ കാര്യം? സോറി ചോദിച്ചത് കൊണ്ട് എല്ലാം ആയി എന്നാണോ സർ? ഒരു കുറച്ച് നേരം കൊണ്ട് ഞാനും മലരും എത്രത്തോളം ഭയന്നു പോയിന്ന് സാറിന് അറിയാമോ? അതെങ്ങനെയാണ് സാറിന് പറഞ്ഞ് മനസ്സിലാക്കി തരികയെന്ന് എനിക്കറിയില്ല. ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലുള്ള ഒരു തമാശയും ചെയ്യില്ല, അതുപോരെ? മലറിനെയും കൂടെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, മലർക്കുട്ടി, അച്ഛൻ സോറി പറഞ്ഞിടാ, ഇനിയും മോൾക്ക് അച്ഛനുള്ള ദേഷ്യം മാറിയില്ലേ? ഇല്ല, അച്ഛൻ എന്നെ നോക്കണ്ട. അപ്പോൾ മിററിൽ കൂടി സിദ്ധു തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ മലര് പറയാണ്, എടാ മോളെ, നീയും ഇങ്ങനെ പറയല്ലേടാ, അച്ഛനോട് സംസാരിക്കടാ. ഇനി ഇതുപോലെ അച്ഛൻ ചെയ്യില്ല, സത്യം. അച്ഛൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അച്ഛൻ വീണ്ടും വീണ്ടും സോറി പറയാണ്. എത്ര തവണ വേണമെങ്കിലും അച്ഛൻ ഏത്തയിടാം. മലർ, സോറിടാ. അത് കേട്ടതും മലര് മുന്നോട്ടേക്ക് വന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ തലക്ക് നോക്കിയിട്ട് ഒരുപാട് കിഴിക്ക് കൊടുക്കുകയാണ്. മതി 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 മതി, വേദനിക്കുന്നുടാ. അത് കണ്ടതും ചന്ദ്രികയ്ക്കും ചിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. വേദനിക്കുന്നുണ്ടോ? നന്നായിട്ട് വേദനിക്കട്ടെ. ഇനി ഒരു പ്രാവശ്യം കൂടി അച്ഛൻ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അച്ഛനോട് സംസാരിക്കുകയേ ചെയ്യില്ല. സോറി, ഇനി അച്ഛൻ ഇതുപോലെ ചെയ്യില്ല, എൻ്റെ ചെല്ലക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കവിളിനും ഉമ്മ കൊടുക്കുകയാണ് മലറിന്.
ഓക്കെ അച്ഛാ, ഞാൻ അച്ഛനെ ക്ഷമിച്ചു തന്നിരിക്കുന്നു. അയ്യോ, സമാധാനായി. അപ്പോഴാണ് സിദ്ധുവിന് സമാധാനമായത്. അവൻ തിരിഞ്ഞ് ചന്ദ്രികയെ നോക്കുന്ന സമയത്ത് അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവളുടെ മുഖത്തുള്ള ഒരു ചിരി കണ്ടപ്പോൾ അവന് മനസ്സിലായി അവളും തനിക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത്. സിദ്ധാർത്ഥ് വീണ്ടും വീണ്ടും തിരിഞ്ഞ് രണ്ടുപേരെയും നോക്കി സമാധാനത്തോടു കൂടിയാണ് പിന്നീട് വണ്ടി ഓടിക്കുന്നത്. അവർ രണ്ടുപേരും തന്നോട് ക്ഷമിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവന് കുറച്ചുകൂടി സമാധാനമാവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.